ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വൈകുന്നേരം സ്നാക്സ് ആയിട്ട് മുട്ട ബജിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൗദിയിൽ എല്ലാ മുട്ടയിലും ഇതുപോലെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഞാനിവിടെ മുട്ട ബജി ഉണ്ടാക്കുന്നത്. പല ടൈപ്പിലും നമ്മൾ മുട്ട ബജി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാട്ടോ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള മസാല ആദ്യം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ മസാല ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സവാളയും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വാടി വരുമ്പോൾ നമുക്ക് ഈ ഒരു മസാല വളരെ കുറവായിട്ട് തോന്നും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 4 മുട്ട കേട്ടോ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മുട്ട പൊട്ടിപ്പോയതുകൊണ്ട് എനിക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കോഴിമുട്ട ഞാനിങ്ങനെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ വാടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വെളുത്തുള്ളി മാത്രമാണ് കട്ട് ചെയ്ത് ചേർത്തത്. അപ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റ് ഇതുപോലെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. അതിനുശേഷം ഗരം മസാലയും അതേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഒരുപാട് എരിവിന് വേണ്ടിയിട്ട് ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എരിവ് കുറച്ചിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇതിൽ 2 കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അവസാനമായിട്ട് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തത് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കോഴിമുട്ടയും അതിൻ്റെ കൂടെ ഈ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് മുട്ടയുടെ ഈ വെള്ള ഭാഗമാണ്. അപ്പോൾ മഞ്ഞ മാറ്റിയിട്ട് ആ മഞ്ഞയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാട്ടോ ആദ്യം ഞാൻ എടുത്തത്. അപ്പോൾ ഫോർക്ക് ഉപയോഗിച്ച് എടുക്കുമ്പോൾ കട്ടായി വരുന്നുണ്ട്. കൈകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ഈ മസാലയുടെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ അളവ് തന്നെ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 3 ടീസ്പൂൺ തന്നെ ഞാൻ ഇതിലേക്ക് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കേട്ടോ ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിനും ചെറിയൊരു എരിവിനും വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മതി കേട്ടോ അപ്പക്കാരം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല, കാരണം നമുക്കിത് കുറച്ച് തിക്കിലാണ് ഈ ഒരു മാവ് വേണ്ടത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അത്യാവശ്യം നല്ല കട്ടി വേണ്ട മാവാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പൊടി ഒന്നും കൂടി ചേർത്തെടുത്തിട്ട് കുറച്ചുകൂടെ തിക്കാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിക്കുള്ളൊരു മാവ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഈ മുട്ടയുടെ വെള്ള ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഒരു മസാല ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം കഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോവാത്ത രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ജസ്റ്റ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നിന്നോളും. അതുപോലെ തന്നെ എല്ലാം ബോൾ രീതിയിൽ റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ആ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ റോളും നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ മാവിൽ പുരട്ടിയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് നമ്മൾ മാവിൽ പുരട്ടി വെക്കരുത്. അപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഓരോ റോളും 2 സ്പൂണൊക്കെ വെച്ചിട്ട് ഈ മാവിൽ മുക്കിയെടുത്തതിന് ശേഷം പതുക്കെ ആ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ മാവ് അതിൽ പിടിക്കുകയും ചെയ്യും. ആദ്യം തന്നെ മാവിലിട്ടിട്ട് കുഴച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ 2 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മാവൊക്കെ അതിന് മുകളിലാക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ആ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടാവുന്ന മുമ്പ് തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ. ഇനി ഇത് മറിച്ചിടുന്ന സമയത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മറിച്ചിടുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന മാവ് എനിക്ക് കറക്റ്റായിരുന്നു. എല്ലാത്തിക്കും തികഞ്ഞു, ബാലൻസ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മാവ് എടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ മാവ് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.